പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പിൻവാതിൽ നിയമനങ്ങൾക്ക് കളമൊരുങ്ങുന്നു. PSCക്ക് വിടാൻ ശുപാർശ ചെയ്യപ്പെട്ട അധ്യാപക തസ്തികകളിലേക്കുൾപ്പെടെയാണ് കരാർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചത്. സംവരണ തത്വങ്ങൾ പോലും അട്ടിമറിച്ചാണ് നിയമനം നടത്തുന്നതെന്നാണ് പരാതി. എന്നാൽ അടിയന്തരമായി തസ്തികകൾ നികത്തേണ്ടതിനാലാണ് നിയമനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇത് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്കായി പത്രത്തിലെ ക്ലാസിഫൈഡ് പേജിൽ വന്ന പരസ്യം. 31 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ തിരക്കിട്ട് കരാർ നിയമനം നടത്തുന്നത്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, ട്യൂട്ടർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് നിയമനം. പത്രപരസ്യത്തിൽ സംവരണത്തിന്റെ കാര്യം സൂചിപ്പിക്കുന്നത് പോലുമില്ല. പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ നേരത്തെ നടത്തിയ നിയമനങ്ങളിൽ സംവരണ തത്വം പാലിച്ചില്ലെന്ന് കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയായിരുന്നു കമ്മീഷന്റെ ശുപാർശ. സംവരണ വിഭാഗങ്ങൾക്കുള്ള സ്ഥാപനത്തിൽ അധ്യാപക നിയമനത്തിൽ 11% സംവരണമെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിവാദമായതോടെ നിയമനങ്ങൾ PSCക്ക് വിടാൻ മെഡിക്കൽ കോളേജ് ഭരണസമിതി ശുപാർശ നൽകി. മാസങ്ങളായിട്ടും തീരുമാനമൊന്നുമായില്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന നിയമനങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി വിജിലൻസ് കേസെടുത്തിരുന്നു. വീണ്ടും നടക്കുന്ന കരാർ നിയമനം ഇഷ്ടക്കാരെ ഉൾക്കൊള്ളിക്കാനാണെന്നാണ് ഉയരുന്ന ആരോപണം. PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ മുൻകാലഘട്ടങ്ങളിലും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇത്തരത്തിൽ ചെറിയ ഒരു ചരമക്കോളം പോലുള്ള ഭാഗത്ത് പരസ്യം നൽകി ഇത്തരത്തിലുള്ള ഒരു നിയമനവുമായിട്ട് മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോകുന്നത്. ഇത് തടയിടാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഇതിനു വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് വലിയൊരു വൈരുദ്ധ്യം. നിയമനങ്ങൾ PSCക്ക് വിടുമെന്ന ഇടത് സർക്കാരിന്റെ പ്രഖ്യാപനത്തിനിടെയാണ് അംഗീകാരം നഷ്ടമാവുന്ന പേരിൽ 153 കരാർ നിയമനങ്ങൾ കഴിഞ്ഞ വർഷം സ്ഥിരപ്പെടുത്തിയത്. PSC നടപടികൾ വൈകുന്നതിനാലും അടിയന്തരമായി ഒഴിവുകൾ നികത്തേണ്ടതിനാലുമാണ് കരാർ നിയമനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. 1 വർഷം മാത്രമായിരിക്കും ഇവരുടെ കാലാവധിയെന്നും സ്ഥിരപ്പെടുത്തില്ലെന്നും ഭരണസമിതി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.